ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. പാല, എനിക്കതിന് നിന്റെ സഹായം വേണം. നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. അതാണല്ലോ നിന്നെ പോലുള്ള തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത്. வில்லனுக்கு வில்லன் வில்லாதி வில்லன் எப்பவுமே இருப்பான். He should be smart, true. அப்போ ஆரம்பிக்கலாம். ദൗജിഹ എന്നുള്ള വാക്ക് പ്രണയം നടിച്ചുകൊണ്ട് അവരെ മതം മാറ്റത്തിന് വിധേയരാക്കാൻ വേണ്ടിയിട്ട് പ്രണയം നടിക്കുക. പ്രണയം എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഹറാമാണ്. ലവ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ ഹറാമാണ്. പക്ഷേ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന ജിഹാദ്, സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? അങ്ങനെയൊന്നും അല്ല ജിഹാദിന്റെ അർത്ഥം. ദൈവമേ എല്ലാം നല്ലപടിയാ നടക്കണം. ജിഹാദിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ അർത്ഥം ജിഹാദിന്റെ അർത്ഥം എന്ന് പറയുന്നത് പേഷ്യൻ ഫോർബിയറൻസ് എന്നാണ്. ചുരുക്കി പറഞ്ഞ സമാധാനത്തിലൂടെയുള്ള സഹിഷ്ണുത എന്നാണ് ശരിക്കും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ സമാധാനത്തിലൂടെയുള്ള സഹിഷ്ണുത എന്നാണ് ശരിക്കും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കണോ? രാമദാസ മോനെ, നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കണ്ടത് ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണോ ചെയ്യാതിരിക്കോ, ഇത് നമ്മളുടെ ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അത് രണ്ടുമല്ല. ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ മൂന്നാമതൊരു ഓപ്ഷൻ, ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് പറയുന്ന ഒരാളുകളായിട്ട് ഇവിടെ ഒരു കൂട്ടം ആളുകൾ വരികയാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ കണ്ട് പ്രണയിച്ച് വിവാഹം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിലില്ല. പക്ഷേ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന ജിഹാദ്, ഇവിടെ ജിഹാദിന് വലിയ കൊണാൻഡ്രം ഡെഫിനേഷനൊക്കെയാണ് വെച്ചത്. ഇന്നും ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വഴി കൂടി അവര് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് വ്യക്തമാക്കാവോ? നിന്റെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, നിന്റെ ഈ മെഗലമാനിയ കൊലയാടി മോനെ. ഇവിടെ കമല സുരയ്യ എന്തിന്റെ ഇരയായിരുന്നു നിങ്ങൾ പറയാ? മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ? ആരായിരുന്നു അതിന്റെ പിന്നിൽ ഉള്ളത് ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ പറയാ? ജോണിക്കുട്ടി, നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാ. ഇപ്പോ ഹാദിയ അവരുടെ വിഷയത്തിൽ ഞാൻ അഖിലയുടെ വീട്ടിൽ നേരിട്ട് പോവുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്. അവിടെ ഈ ലവും ഇല്ല, കൺവേർഷനും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അവിടെ നമുക്കത് പക്ഷേ ലവ് ജിഹാദ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ മുന്നിലേക്ക് അത് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. അതിനെ സത്യത്തിൽ നമ്മൾ പറയേണ്ടിയിരുന്നത് അത് ജിഹാദിന് പോകുന്നു എന്നാണ് നമ്മൾ പറയേണ്ടിയിരുന്നത്. അവിടെ ലവ് ആയിട്ട് ഒരു ബന്ധവുമില്ല. കാരണം എന്താണ്, അഖിലയെ സംബന്ധിച്ചിടത്തോളം അവള് വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന മതത്തെക്കാൾ വലിയൊരു മതമായിട്ട് ആളുടെ മുന്നിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ആ മതത്തിലേക്ക് ആകൃഷ്ടയാകുകയും അതിന്റെ പേരിൽ മതം മാറുകയും എന്നിട്ട് പിന്നെ ആ മതത്തിന്റെ അത്യുന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ്. സോ കോൾഡ് ജിഹാദ്. ആ ജിഹാദ് എന്താണ്? ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രയത്നിക്കുക എന്ന് പറയാം. അത് കൊല്ലുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ എക്സ് മുസ്ലിങ്ങളോട് ഇരിക്കുന്ന ഈ ഒരു വേദിയിലൊക്കെ വന്നിരുന്നിട്ട് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസംസ്കരണമാണ് എന്നൊക്കെ പറയാൻ ഉളുപ്പുണ്ടോ ജയരാജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. അത് അറബി കുറച്ച് 10-12 വർഷം പഠിച്ചും അത് മനസ്സിലാക്കിയും ജിഹാദ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ലേബലൊട്ടിച്ച് നടക്കുന്നത്. എക്സ് മുസ്ലിം അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഖുർആനിൽ 9:73 നിങ്ങളെടുത്ത് വായിക്കാം. അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സെന്റൻസ് തന്നെയുണ്ട്. എന്താണ് അതിന്റെ ആദ്യത്തെ ഭാഗം? യാ അയ്യുഹൻ നബിയു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് പറഞ്ഞു തന്നാട്ടെ. അതെന്നാ ചോദ്യം സംഭവിച്ച? എന്നെ തീരെ വിശ്വാസമില്ല. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായി ഉള്ളൂ. അതിൽ ആ ജാഹിദുൽ കുഫാറ എന്ന് പറയുമ്പോൾ കാഫിറുകളോട് എന്ത് ചെയ്യണം? അവരെ ഉമ്മ വെക്കണം എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തിയത് എന്താണ്? 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂടാം. അപ്പൊ ഇതേപോലെ ഖുറാനിലും ഹദീസിലും എല്ലാം എഴുതി വെച്ച് ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ ഉണ്ട്. പുസ്തകം എന്ന് പറഞ്ഞ ഒരു ഭാഗം തന്നെ ഉണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? എങ്ങനെ ജിഹാദ് ചെയ്യാം, ജിഹാദിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ജിഹാദിൽ നിന്ന് വിട്ടു നിന്നാൽ എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ നമ്മളെ മൗദൂദി സാഹിബ് നമുക്ക് കിതാബ് എഴുതി തന്നത്.
എന്താ ഉറക്കം വരുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ന്യായവൈകല്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ തരത്തിലുള്ള ഈ ശ്രമങ്ങൾ ഇത് നടത്തുന്ന ആളുകളെ നമ്മൾ കൊണാണ്ട്രം എന്ന് തന്നെയാണ് വിളിക്കുക. നിങ്ങൾ വേറെ എന്ത് പേരിട്ട് നിങ്ങൾ വേണേ വിളിച്ചോ. എല്ലാം പോച്ചടാ, ഞാൻ എതൊക്കെ വാഴണം. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? ഞാൻ പരാമർശം നടത്തിയത് വെസ്റ്റുകാർ പറയുന്നത് ഈ പറഞ്ഞ ജിഹാദ് എന്നുള്ള വാക്കിനെ ഹോളി വാർ എന്നുള്ള അർത്ഥത്തിലാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആണ് തീർച്ചയായിട്ടും തെറ്റാണത്. മുഹമ്മദ് നബി ഖുർആനിലുള്ള സാധനമാണ് ഞാൻ വായിച്ചത്. ഖുർആൻ ഇന്നാണ് ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു ഹദീസ് ആയിരിക്കും. ഖുറാനിലെ ഹദീസ് അല്ല, ഖുറാനിൽ ഹദീസും ഖുറാനും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല. പിന്നെയാണ് പൊന്ന് ജയരാജ്, ഖുറാൻ വേറെ ഹദീസ് വേറെ, രണ്ടും രണ്ടാണ്. അതെങ്കിലും മനസ്സിലാക്കൂ. ഖുറാനിൽ എവിടെയെങ്കിലും ഹദീസ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെയാണ് ഈ പൊട്ടനാക്കണേ? അതൊക്കെ എനിക്കറിയാം. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ മണ്ടത്തരം പറഞ്ഞത്. കൂടുതലൊന്നും അങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കും. ഭാഷയിൽ നിന്നൊരു ഭാഷാന്തരീകരണം വരുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. വിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വായടച്ചു എന്ന് പറഞ്ഞ് 2 ട്രോളുകൾ ഉണ്ടാക്കി ഒന്ന് പോയി തരത്തി പോയി കളിക്കടാ. താങ്കളുടെ സമയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. തിരുത്താൻ തയ്യാറായത് അല്ലാതെ ഇടപെട്ട് സംസാരിച്ചതില്ല. കൊണാണ്ടർമാരും മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഇവിടുന്ന് ഉച്ചരിച്ചപ്പോ ഞാൻ എന്തെങ്കിലും ഇടപെട്ടോ? ഡോക്ടർ ജയരാജ്, ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പ്ലീസ്. അൺപാർലമെന്ററിയുള്ള വാക്ക് ഒരു ഡോക്ടർ ആരിഫ് പെട്ടെന്ന് പറയാം. അതായത് ഇവിടെ ഇരുന്നിട്ട് ജിഹാദ് എന്ന് പറയുന്ന ആശയത്തെ ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഏത് കൊടി കെട്ടിയ ശത്രുവിന്റെ മുന്നിലും ഈ നാടിന് വേണ്ടി നെഞ്ചി പിരിച്ച് നിവർന്നു നിൽക്കാൻ ഒരല്ല. ഐ ഹാവ് എൻ എക്സ്ട്രാ സ്പൈൻ. ഒരു നട്ടല് കൂടുതലുണ്ട് ജോസഫ്.